ശരിക്കിപ്പോൾ വർഗീയ പാർട്ടി ആരാ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണെന്നാണ് തോന്നുന്നത്. വി.ഡി. സതീശൻ പറയുന്നു ജമാഅത്ത് ഇസ്ലാമി നന്നായി, പരീക്ഷയ്ക്ക് പാസ്സായി, ഇനി അവർ വർഗീയ പാർട്ടിയല്ല. അതുപോലെ തന്നെ PDP വർഗീയ പാർട്ടിയേ അല്ല, വളരെ നന്നായി പറയുന്നതാരാ? പിണറായി വിജയൻ, എം എ ബേബിയാണ് കൂടുതൽ പറയുന്നത്. RSSനെ പോലെ വർഗീയമല്ല SDPI പറയുന്നതാരാണ്? എം എ ബേബി. 4 വോട്ട് വേണം, അത്രയേ ഉള്ളൂ. ശരിക്കും വർഗീയ പാർട്ടികളെന്ന് പറഞ്ഞാൽ BJP വർഗീയ പാർട്ടിയാണെങ്കിൽ CPM ഒരു വർഗീയ പാർട്ടിയാണ്. കാര്യം ഹിന്ദുക്കളല്ലേ 99% അതിനകത്തൊരു തോമസ് ഐസക്കലോ പണ്ടൊരു ജോൺ മത്തായിയോ, പിന്നെ അവിടെ ഉണ്ടൊരു ജോണോ, പിന്നെ മത്തായി ചാക്കോയോ ഒരു എം എ ബേബിയോ, അങ്ങനെ ഒരു 4-5 പേര് ജോലി ജയിക്കോ എന്നൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അത് മഹാഭൂരിപക്ഷ ആളുകൾ, പിന്നെ ഒരു മുസ്ലിമിൽ റഹീമനെ പോലെയുള്ള 4-5 പേരുണ്ടെന്നല്ലാതെ 99% ആളുകൾ ഹിന്ദുക്കളല്ലേ. ഹിന്ദു പാർട്ടിയാണ്, അതൊരു ഈഴവ പാർട്ടിയും കൂടെയാണ്. ഈഴവരാണ് കൂടുതൽ. ഈഴവരാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. ഈഴവരാണ് കമ്മ്യൂണിസ്റ്റ് അംഗങ്ങളായിട്ടുള്ളവർ. അപ്പോൾ ഏറ്റവും വലിയ വർഗീയ പാർട്ടി CPM ആണ്, BJP ആണ്. ഹിന്ദുക്കൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ട് BJP ഉണ്ട്, SDPI ഉണ്ട്, പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇവരെ എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന കോൺഗ്രസും വർഗീയ പാർട്ടിയാണ്. കുറേ വർഗീയ പാർട്ടികളെ കൂട്ടിയോജിപ്പിക്കുന്നവൻ വർഗീയ പാർട്ടിയല്ലേ. അപ്പോൾ രസകരമാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗം ശ്രദ്ധിച്ചാൽ ഇവിടെ ഓരോ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ തരാതരം പോലെ. ഇപ്പോൾ SDPI ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? നേമത്തെ LDFന് ഇത് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എം എ ബേബിക്ക് SDPI വെളുപ്പിച്ചത്. സെക്കൻഡുകൾക്കുള്ളിൽ UDFന് മഞ്ചേശ്വരത്ത് SDPI പിന്തുണ കൊടുക്കുന്നു, മുസ്ലിം ലീഗിന്. അപ്പോൾ SDPIയുടെ നിലപാട് എന്താണ്? പിന്നെ അവർ പറയുന്നത് ഞങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ പറയാം, ഞങ്ങളൊരു നിലപാട് പറയാം. പഴയതുപോലെ പിന്നെ CPM അത്ര കുഴപ്പമില്ല, 10 വർഷത്തെ ഭരണമൊന്നും അത്ര കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞത് ഈ ഭരണം മുടിഞ്ഞു പോകണമെന്നാണ്. ഇപ്പോൾ പറയുന്ന ഒരു കുഴപ്പമില്ല എന്ന്. ചുരുക്കത്തിൽ നമ്മളെ ഈ പറയുന്ന എല്ലാ പാർട്ടികളും കൂടെ നിന്നിട്ട് നമ്മളെ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്, പല്ലൊളിച്ച് കാണിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരാണ് വർഗീയ പാർട്ടി, മൂത്ത വർഗീയത ആർക്കാണുള്ളതെന്ന് ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളുള്ള CPM ആണ് വർഗീയ പാർട്ടി. അത് CPM ഈ പറയുന്ന പാർട്ടികളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അവർ വർഗീയ പാർട്ടി ആവുമോ? അങ്ങനെ ഉണ്ടല്ലോ, കൂടെ നിൽക്കുമ്പോൾ കൂടെ കിടക്കണവന് രാപ്പനി അറിയാമെന്ന് പറഞ്ഞ പോലെ ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു സംസർഗ ഗുണം കൊണ്ട് ഇത് വർഗീയ പാർട്ടി ആയിട്ടുണ്ടോ? ചുരുക്കത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളില്ല എന്നുള്ളതാണ് വളരെ മനോഹരമായ കാഴ്ച. എല്ലാവരും പോകുന്നത് ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, പണത്തിൻ്റെ പുറകിലാണ്. അല്ലാതെ കൃത്യമായൊരു രാഷ്ട്രീയ ചർച്ചയുമില്ല, രാഷ്ട്രീയ സംവാദവുമില്ല. നിങ്ങൾ 4 ലക്ഷം വീട് വെച്ചപ്പോൾ ഞങ്ങൾ 4000 വീട് വെച്ചു, ഞങ്ങൾ 4000 വീട് വെച്ചപ്പോൾ നിങ്ങൾ 4 ലക്ഷം വീട് വെച്ചു. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഗോതയിൽ പറയുന്ന വാഗ്വാദങ്ങളും ചില സിനിമയിൽ കാണുന്ന ഒരു തർക്കങ്ങളും ഒന്നുമല്ലാതെ കൃത്യമായ രാഷ്ട്രീയം, അത് ലോകരാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം, ഇവിടുത്തെ പിന്നെ ഓരോ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇത് കൃത്യമായി പറയാൻ ഇവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതിന് പകരം വർഗീയതയുടെ അജണ്ടയിട്ട് നമ്മൾ കളിക്കുകയാണ്. ഈ വർഗീയതയുടെ അജണ്ടയിട്ട് കളിക്കുമ്പോൾ ഇവിടെ കൃത്യമായി പച്ചയ്ക്ക് വർഗീയത ഉണ്ട്. കാരണം ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പം മുസ്ലിം ലീഗ് പിന്നെ കൃത്യമായി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾ പോലും വർഗീയമായിട്ടല്ലേ ചിന്തിച്ച്. ശബരിമല വിഷയം വന്നപ്പോൾ അവർ മറ്റൊരു തലത്തിൽ ചിന്തിച്ചില്ലേ? സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ വർഗീയതയുണ്ട്. ഓരോ മണ്ഡലത്തിലും നായർമാർ കൂടുതലുള്ളിടത്ത് നായർ സ്ഥാനാർത്ഥി, ക്രിസ്ത്യാനികൾ കൂടുതലുള്ളിടത്ത് ക്രിസ്ത്യാനി സ്ഥാനാർത്ഥി, ഇങ്ങനെയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആളുകളെ നിർത്തുന്നതും അങ്ങനെ തന്നെ. മുസ്ലിങ്ങൾക്കുള്ള സ്ഥലത്ത് മുസ്ലിം സ്ഥാനാർത്ഥി. ഇതിനൊക്കെ അപവാദമായിട്ട് 1-2 പേർ അവിടെ ഇവിടെയൊക്കെ നിന്നു എന്നുള്ളതല്ലാതെ, ഒരു ജയന്തി ജയനൊക്കെ അങ്ങനെ തെന്നി പറിച്ച് നിന്നെന്നുള്ളതല്ലാതെ വളരെ കൃത്യമായി രാഷ്ട്രീയതയും വർഗീയതയും മത തീവ്രവാദവും എല്ലാം കൂടി യോജിക്കുന്ന പുതിയൊരു കേരളത്തെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അവിടെ രാഷ്ട്രീയമില്ല, ഈ പറയുന്ന വികസനമൊന്നുമില്ല, ഒരു കാര്യമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വർഗീയമായി ചിന്തിക്കുന്നത് ആരാണെന്നുള്ളവരെ പരസ്പരം കൂട്ടുപിടിച്ച് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചക്കാല മുന്നണി ഉണ്ടാക്കി നമുക്ക് സുഖമായി വോട്ട് പിടിക്കാം എന്നുള്ളിടത്താണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ മുസ്ലിം സംഘടനകളെയും, അല്ലെങ്കിൽ വർഗീയത അത് കഴിഞ്ഞ വർഗീയതയാണ്, തമാശ എന്നതിലെ ഇത് കഴിഞ്ഞാൽ വീണ്ടും തമ്മിലടിച്ച് വർഗീയതയാണ്. സംഘടനകളും പിരിഞ്ഞു പോവും, പാർട്ടികളും പിരിഞ്ഞു പോയി വഴക്കുണ്ടാക്കും. അതുവരെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ
ഇവരെല്ലാവരും ഫൈമി കാമുകന്മാരാണ്. എല്ലാവരും പ്രണയിക്കുന്നു. വളരെ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൊടുക്കുന്ന കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ രസകരമാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. എന്തായാലും ഇവിടെ തെരഞ്ഞെടുപ്പിന് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തത്ര. ഇപ്പോൾ ആസാമിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആസാമിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതുപോലെ ഒരു ഫ്ലെക്സും ഇല്ല, ബോർഡും ഇല്ല, ബഹളവും ഇല്ല, ഒരു അട്ടഹാസവും ഇല്ല. അവിടെ പിന്നെ ഒരു 25 കിലോമീറ്റർ 50 കിലോമീറ്റർ പോയാൽ ഒരു ബോർഡ് കാണാനുണ്ട്. അല്ലാതെ വളരെ ഈ പറയുന്ന ഒരു ബഹളവുമില്ല ആസാമിൽ. പക്ഷെ അവിടെയും തിരഞ്ഞെടുപ്പാണ്. പക്ഷെ നമ്മളാണ് വർഗീയതയുടെ പുതിയ രൂപങ്ങൾ പുതിയ തലത്തിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ വലിയ വർഗീയതയാണ്. അതേത് പാർട്ടി എടുത്താലും, BJP എടുത്താലും, CPM എടുത്താലും, കോൺഗ്രസ് എടുത്താലും, ലീഗ് എടുത്താലും, കേരള കോൺഗ്രസ് എടുത്താലും, ജാതി എന്ന് പറയുന്ന ഒരു സ്വത്വവും മതം എന്ന് പറയുന്ന സ്വത്വവും തന്നെയാണ് ആ പാർട്ടികളെ നിർണ്ണയിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. CPM-നകത്ത് ബ്രാഹ്മണ മേധാവിത്വം അല്ലേ? ബ്രാഹ്മണിക്കൽ ഹെജിമണി ഏറ്റവും ഉള്ളത് CPM-ലല്ലേ? അവിടെ ഏതെങ്കിലും ദളിതന്മാരുണ്ടോ? ആദിവാസികളുണ്ടോ? കഷ്ടപ്പെടുന്നവരുടെ ശബ്ദമുണ്ടോ? ആരുമില്ലല്ലോ. ഒരാളും അവിടെ ഇല്ലല്ലോ അവരെ കൂടെ. എല്ലാം കൂടുതലുള്ളത് ആരാണ്? ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന സമ്പന്ന വർഗമാണ്, കൃത്യമായി മുന്നോക്ക വർഗമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ടിയിലും ഈ വർഗീയതയുമുണ്ട്, ജാതിയുമുണ്ട്, മതവുമുണ്ട്. അതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്ലേ ചെയ്യുന്ന ഏറ്റവും നല്ല നായകൻ, അല്ലെങ്കിൽ ദ ഹീറോ ഓഫ് ദ പ്ലേ എന്ന് പറയുന്നത്, ഈ കളിയുടെ നായകൻ എന്ന് പറയുന്നത് വർഗീയത തന്നെയാണ്.